ഗൈസ്, ഇന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് പോവാണ്. കണ്ണപുരത്ത് നിന്ന് 8:45 ട്രെയിനാണ് പോകുന്നത്. ജനറലിൽ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ലേഡീസിലാണ് കയറിയത്. ലേഡീസിലും തിരക്കിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കിട്ടിയ സീറ്റൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി. 11 മണിയോടെ നമ്മൾ കോഴിക്കോട്ടെത്തി. സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് തന്നെ കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മൾ ബസ് കയറി. ഡ്രൈവർ ചേട്ടൻ നല്ല വർത്താനായിരുന്നു. അതുപോലെ നമുക്ക് കുറെ ഫുഡ് സ്പോട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി. നമ്മൾ നേരെ കടകളുള്ള സൈഡിലേക്ക് പോയി. ഫസ്റ്റ് തന്നെ ഉപ്പിലിട്ടത് വിൽക്കുന്ന കടയാണ് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ കൺട്രോൾ പോയി. പിന്നെ എല്ലാവർക്കും ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് അതൊക്കെ തിന്ന് പിന്നെ നെക്സ്റ്റ് കടയിലേക്ക് പോയി. അവിടെ നമ്മൾ കോഴിക്കോട് സ്പെഷ്യലായ കാടമുട്ട ഫ്രൈയും കല്ലുമ്മക്കായും വാങ്ങി. കാടമുട്ട ഫ്രൈ നമ്മളിൽ പലരും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കല്ലുമ്മക്കായ ഇഷ്ടമായില്ല. അത് നമ്മുടെ കണ്ണൂരിലെ കല്ലുമ്മക്കായ തന്നെയാണ് നല്ലത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലോട്ട് ഇറങ്ങാൻ വെച്ചാൽ അന്ന് കോഴിക്കോട് ഓറഞ്ച് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ ബീച്ചിലോട്ട് ഇറങ്ങാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിന്. കുറച്ച് ടൈം നമ്മൾ ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തു. ബീച്ചിലേക്ക് ഇറങ്ങുന്ന ടൈം നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിന്. വലിയൊരു തിര വന്നപ്പോൾ ആ ചെരുപ്പൊക്കെ ഒഴുകിപ്പോയായിരുന്നു. പിന്നെ രണ്ടാമതൊരു തിര വന്നപ്പോഴാണ് അതൊക്കെ കരക്കടിഞ്ഞത്. ഇവിടെ കുറച്ച് പേര് ഡിസ്റ്റൻസ് ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെന്തിനാ നിൽക്കുന്നത് നമുക്കറിയാം. നമ്മൾ വിചാരിച്ചു കടലിൻ്റെ വൈബൊക്കെ ആസ്വദിക്കുന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ ഉപ്പൂപ്പ പറഞ്ഞപ്പോൾ അവരെന്തിനാ നിൽക്കുന്നതെന്ന് തന്നെ മനസ്സിലായത്. അതായത് ബീച്ചിലിറങ്ങുന്നവരുടെ കയ്യിൽ നിന്ന് പൈസയും സ്വർണ്ണം ഇതൊക്കെ വീഴുന്നത്. അത് ഇതുപോലെ വലിയ തിര വരുന്ന ടൈം കരയിലേക്ക് തിരിച്ചു വരും. അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ഓട്ടോയിൽ നമ്മൾ മാനാഞ്ചിറയിലേക്ക് പോയി. പിന്നെ ഷോപ്പിങ്ങിനായി നമ്മൾ SM-ലോട്ട് പോയി. ഓരോ കടയും കയറി ഇറങ്ങി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. മാറ്റ് കളേഴ്സിലാണ് നമ്മൾ ലാസ്റ്റ് ഷോപ്പ് ചെയ്തത്. ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. SM-ൽ വന്ന് എല്ലാവരും ഒന്ന് പോയി നോക്കണേ. 3 മണിക്കൂറത്തെ ഷോപ്പിംഗ് കഴിയുമ്പോഴേക്ക് വിശപ്പിൻ്റെ വിളി വന്നോട് നമ്മൾ നേരെ SM-ൽ തന്നെയുള്ള ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണിനെ കുറിച്ച് പറയാനാണെങ്കിൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഓരോ സ്ഥലത്തും പല പല ടേസ്റ്റ് ആണല്ലോ ഉണ്ടാവുക. അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കോഴിക്കോട് വന്നിട്ട് ഇങ്ങനെ അലുവ വാങ്ങാതെ പോവാം. അതുകൊണ്ട് കുറച്ച് അലുവയും വാങ്ങിയിട്ട് നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് നാട്ടിലേക്ക് പോകാൻ 5 മണിക്കത്തെ പശുവിനാണ് നമ്മൾ കയറിയത്. വരുമ്പോൾ സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് വലിയ വൈബില്ലായിരുന്നു. അപ്പോൾ പോകുമ്പോൾ നല്ല വൈബായിരുന്നു. സ്നാപ്ചാറ്റിൽ ഓരോ ഫിൽറ്ററൊക്കെ ഇട്ട് നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ 6:45 നമ്മൾ കണ്ണപുരത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ.